ഗൈസ് നമ്മ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് വന്നില്ലേ ടിക്കറ്റ് എടുത്തിട്ട് എൻ്റെ എല്ലാം കാല് വേദനയാണോ? അപ്പൊ ഇന്ന് വണ്ടിക്ക് എന്നാ പോന്നെ ഞങ്ങൾ എത്ര തിക്കില് പാനിക്കൊണ്ടൊരു ഗൈസ് ഹിബ വാഷ്റൂം പോയിട്ടുണ്ടെങ്കിൽ വാഷ്റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് വരുമ്പോൾ ഹിബക്ക് സർപ്രൈസ് ആയിട്ട് ഏഷ്യാർപ്പ് കിട്ടി പാൻറ്റിൻ്റെ ഗൈസ് സർപ്രൈസ് ആണ് നമുക്ക് അത് സ്കേർട്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്താണ് സംഭവിച്ചത്? ഇത് മാറ്റി ബാഗ് ഓക്കെ ഗായ്സ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം. ബൈ. ഗായ്സ് നമ്മളോട് ചോദിച്ചു എന്ത് വേണ്ട സ്പൈസി ആവേ പോലെ ടു സ്പൈസി വെള്ള ഇളക്കിട്ട് ടു സ്പൈസി തന്നെ നോക്കാം എന്ത് എങ്ങനെയുണ്ട്. ഗായ്സ് ഫൈനലി ഇതാ നമ്മൾ തൊന്നിട്ടായി. ഹിബ എന്റെ ബർഗർ വെരി ഫ്ലോപ്പ്. നമ്മ സ്പെൻഡാക്കിയനക്കത്തെ ഫുഡ് എന്തുണ്ടായിട്ടാ അത്ര പൈസ പോയാലാണ് പാങ്ങുണ്ടായില്ല, ടേസ്റ്റ് ഇല്ല, പൈസ കൊട്ടത്ര മുതലായിട്ട് ഞങ്ങൾക്ക്. ഗായ്സ് അങ്ങനെ തോന്നിട്ട് കുറച്ച് ഫ്രൈസ് ബാക്കിയുണ്ട്. ഇനി നമ്മ അപ്പുറം പോകാം. Let me show you. മധുരന്റെ വേറെ സ്ഥലമില്ല ഗൈസ്. ഹിബ അത് തിന്നാൻ വേണ്ടി പോ നോക്കി നമുക്ക് അത് കാണിച്ചു തരാം. ഇതാർക്കാ ഐസ് വാട്ടർ? ഐസ് വാട്ടർ അല്ല, എന്താണ് ഈ പറഞ്ഞൊക്കെ പറയാനുള്ളത്? ഗൈസ് കുറേ ഫുഡ് ഉണ്ട്. ടേസ്റ്റ് ആക്കാൻ വേണ്ടി ബൈക്ക് ഇടണം. അപ്പൊ നമുക്കത് തീരെ ഗോപി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഗോപി ഓർമ്മ വന്നു. ആരല്ലേ ഗോപി? കണ്ട ഗോപിക്കാനെ ഇവൾക്ക് അറിയാം. ഇനി നമ്മ അതിന്റെ തട്ടല്ലേ ഇങ്ങനെ പ്ലേറ്റ് കാലിയാൻ വേണ്ടി വരുന്നേ. ഓക്കെ ഗൈസ് തട്ടല്ല അതിലെ പൊട്ടായി. എന്ത് കഥ അറിയില്ല ഇങ്ങനെ കാണുന്നത് നമ്മളെ. ഇതെന്താ ഇങ്ങനെ ഇട്ടിടേ? ഇത് കാണുമ്പോൾ ഒരാളെ ഓർമ്മ വന്ന് അതാരായിരിക്കും ഈ വീഡിയോ കാണാനൊക്കെ അറിയാം. ലെറ്റ്സ് ട്രൈ നെക്സ്റ്റ് വേർഡ് മോമോസ് വിത്ത് ഫ്രൈഡ് ചിക്കൻ. ഗുഡ് പൊട്ടല്ലേ? ഒളു തിന്നിട്ടാ അടുത്തത് ഉപ്പ് പിടിച്ചോണ്ട് ഇടുന്നോള് തിന്നിട്ടാ ഇങ്ങനെ ഒട്ടി. ഇനി ഇത് തിന്നോക്കാം. നമുക്ക് മണത്തുക്കും പിന്നെ വേറൊന്ന്. ഗൈസ് നമ്മൾ തീറ്റ മത്സരത്തിന് വന്ന പോലെ ഉണ്ട്. തിന്നിട്ട് വേറെന്നോ പോയെടുത്ത് വേറെ വെള്ളം കൊടുത്തരിയില് മാത്രല്ലേ അങ്ങനെ തിന്നാൻ പഠിക്കണം. നമ്മളെല്ലായിടത്തും പോയെങ്കിൽ ഇപ്പം ഞാൻ പഠിച്ചൊരു പാഠം നമുക്ക് കുറേ ഫുഡ് തിന്നാൻ പഠിക്കണം. കുറച്ച് ഫുഡ് തിന്നാൻ പഠിച്ചോടാം. പഠിച്ചൂടാതല്ല ഇതെന്താ തട്ടോളി ഇങ്ങനെ തിന്നാൻ കഴിയുന്നവർ പേരണോ തിന്നാൻ കഴിയാത്ത തിന്നാൻ വന്നോടാ. ഗൈസ് ഞാൻ തട്ടോളി കുത്തിരി പറഞ്ഞുതരാം. ഗൈസ് ഫൈനലി കൈയെല്ലാം കവി തട്ടോല ചുറ്റി
സുന്ദരിയായി ഗർഭിണിയായിരുന്നു എന്ത് പൊന്തി ഇല്ല ഗൈസ് അങ്ങനെ സൈഡ് മുടി ഇട്ട ഇപ്പോ ഇട്ടല്ലതാ ഓക്കെ ഗൈസ് ഇനി നമ്മടാണ് നോ ഐഡിയ പോലീസ് സ്റ്റേഷനിലുള്ള കയറാൻ മാത്രമല്ല സിറ്റി സെന്ററിൽ കാർഡ് അത് ഇവിടെ വെക്കാവോ ഇത് ഫോർമൽ അത് സിറ്റി സെന്റർ പിന്നെ അതിനായിട്ട് വേറെ പേരിട്ടിന് ഇപ്പൊ ചോദിച്ചു ഞാനപ്പോ റെഡി നോക്കുന്നീ ഇപ്പൊ ഊഹിച്ചെടുക്കാനൊക്കെ തിരിയല്ലോ അവൾക്ക് ബുദ്ധി ഉണ്ടാ ഇല്ലേ ബുദ്ധി ഉണ്ടായില്ല നമ്മൾ എല്ലാത്തിനും നോക്കണം ബുദ്ധി ഉണ്ടായില്ല ഓക്കെ ഗായ്സ് ഇനി നമുക്ക് ഇങ്ങനെ നടക്കാം കുറച്ച് ദഹിക്കട്ടെ ഫുഡെല്ലാം ഇല്ലെങ്കിൽ ഇപ്പം അങ്ങനെ ഇല്ലെങ്കിൽ ഇപ്പം തോന്നുന്ന ഫുഡെല്ലാം നമുക്ക് അങ്ങോട്ട് പോകാലോ ഫോർമാൽ ഉണ്ടാക്കി ഓരോ നോക്കുന്നെങ്കിൽ ദയവായി പോകുന്ന സ്ഥലത്ത് സീറ്റ് വെച്ച് സ്കൂട്ടി എടുക്കുന്ന സ്കൂട്ടി വേണോ അത് മെയിൻ തരാം ഗായ്സ് ഹിബ എന്ത് ബാണു ചെല്ലാം അത് ഞാൻ ഹിബക്ക് മെയിൻ കൊടുക്കും ഇതാണ് ഗൈസ് നമ്മളുടെ പിസ്സം അപ്പം ആയിരിക്കും വരുന്നത് എന്തെല്ലോ പറയുന്നുണ്ട് ഇനി നമുക്ക് അവിടെ വേണ്ടേ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം ഗൈസ് വെറുതെ പ്ലേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട് മനമെല്ലാം മുസ്കിട്ടിട്ട് നോക്കാം വീട്ടേ കാട് മേങ്ങോന്ന് വെച്ചിട്ട് മറ്റേ എന്ത് ഗൈസ് സിറ്റി സെന്റർ നാട്ടിവിടെ കുറെ കളിക്കാനുണ്ട് നമുക്ക് ആ സിറ്റി സെന്ററിൽ കൊടുത്ത് കളിച്ചിട്ട് കീ ചെയിൻ എടുത്തരോ നോക്കാം വാവ് ഗൈസ് ഇതെല്ലാം കാണുമ്പോൾ ഗൈസ് നമുക്കിവിടെ പാട്ട് ഇവിടെ ഫോൺ എടുത്താൽ നമ്മൾ പുറത്ത് വന്നു ഇവിടെ ഡ്രസ്സിനെല്ലാം കറി ഉള്ളിൽ എടുക്കാൻ പറ്റുന്നില്ല ആണാ എന്തെടുത്തോടാലിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചത് ഹിബ ഗായ്സ് ഹിബ വാഷ്റൂം പോയിട്ടുണ്ടെങ്കിൽ വാഷ്റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് വരുമ്പോൾ ഹിബക്ക് സർപ്രൈസ് ആയിട്ട് ഏഷ്യോർപ്പ് കിട്ടി പാൻറ്റിൻ്റെ ഇതൊക്കെയാണ് ഗായ്സ് സർപ്രൈസ് എന്ന് പറയുന്നത് ഈ ടൈം സോണിനുള്ളിൽ നമുക്ക് ഇതില്ലല്ലോ ഫോണിലുള്ളല്ലോ മാത്രം അടുത്ത ക്ലിപ്പിങ്സ് ഞാൻ ആടാക്കും ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഞാൻ ബണ്ണൊക്കെ ഗൈസ് ഷൂട്ടാക്കിയത് സഫാൻ്റെ ജാൻജികർ ആര് എന്നാണ് ഫ്രണ്ടിൽ കാണുന്നത് ആ നീ അല്ലേ ഇത് തിയേറ്റർ മൂവി തിയേറ്റർ ഉണ്ടാക്കാൻ പോവാൻ പറ്റില്ല ഇനി വലുതായി ഞാനോട് യെസ് നമ്മൾ PVR ൽ വന്ന സിനിമ കാണുന്നതായിരിക്കും ഏത് സിനിമ ആ സമയത്ത് യെസ് ഗായ്സ് ആ സമയത്ത് ഏത് സിനിമ ഇറങ്ങി ഫോണെടുത്തെല്ലാം പോപ്കോൺ ഉണ്ടാവും നിങ്ങൾ പറിച്ചിട്ടില്ല ഏതെല്ലാം സിനിമ അത് സഫാൻ സബ്സ്ക്രൈബർ കുറയല്ല എന്ത് പറക്കി തന്നോ ഞാൻ മറ്റൊരു കേട്ടിട്ട് പറയും ഞാൻ അത് കേട്ട് ചെയ്യില്ല ഇപ്പാൻ്റെ പാട്ട് കേട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അൺസബ്സ്ക്രൈബ് ചെയ്താൽ എന്നോട് പൊറുക്കണം ഗായ്സ് അതാ നമ്മൾ ബാക്കിലുണ്ട് ഗായ്സ് ഇത്ര സമയത്താണ് മുതലേ ശരിയാകാനായിട്ട് ഇപ്പം പിന്നെയും കുറച്ച് ശരിയാകില്ലേ ഓക്കെ ഗായ്സ് ഇനി നമ്മൾ പോകുന്നിടത്ത് വെച്ച് കാണാം അല്ലേ ഉമ്മ ഗായ്സ് നമുക്ക് അടി സ്കേർട്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മ മീത്തക്കീൽ തന്നെ പോകുന്നുണ്ടായത് ഇപ്പൊ പാവ കേറി ആടുക്കത്തിന് പിന്നെ നമ്മ അതിൽ ഇട്ടതാ ആങ്ങ വരുന്ന അതിലേ കയറുന്നു ഗൈസ് നമ്മ ഒരു സ്കേർട്ട് കണ്ട് ആ സ്കേർട്ട് നമുക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ അത് നോക്കാൻ വേണ്ടി നമ്മ അതില് വാങ്ങിയത് അപ്പൊ നമുക്ക് ഇന്നുണ്ടായില്ലേ നമുക്ക് ഇന്ന് സ്റ്റെപ്പിൽ കേറി ഇപ്പൊ ഫുൾ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു നമ്മളെ സ്കേർട്ട് ഞാൻ നോക്കിയിട്ട് വരട്ടെ ഇഷ്ടപ്പെട്ടത് അത് ഞാൻ കാണിച്ചിടാൻ കഴിയുന്ന
ഗായ്സ് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ ദുബൈ പോലെ സൂപ്പർ മാർക്കറ്റ് പോലെ ചില അടുക്കത്തിൽ നമ്മിലെ കൂടി ഉണ്ടാവട്ടെ തുടങ്ങിയിട്ടുണ്ട്. ഹായ് ഗായ്സ് ഇങ്ങനത്തെ ഗായ്സ് നമ്മ അങ്ങനെ ഒരു ഫേസ് വാഷ് സെൻറ്റർ തന്നെ പോലെയല്ലോ ഗൈസ്. നമുക്കിനി കുറച്ച് ഡ്രസ്സ് നോക്കാം. ഇവിടുന്നെല്ലാം ഇത് നല്ലുണ്ട്. ഈ പാൻറ് പാക്ക് നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കിനി ഈ ടോപ്പൊക്കെ ഓക്കെ ഗൈസ്. ഇനി നമുക്ക് കുറച്ച് ഡ്രസ്സ് നോക്കട്ടെ ഗൈസ്. ലെറ്റ് മീ ഷോ യു സം വാട്ട് ഡ്രസ്സസ്. ഇവ ഇരിക്കുന്നുണ്ടോ കടയുന്നേ പാവം. ഇവ കാല് വേദനയാണോ? ഗായ്സ് അന്നൊക്കെ പഠിക്കുമ്പോൾ നല്ല വൃത്തി ഉണ്ടായ ഹിബ ആടെ ഒന്നും ഇരിക്കുന്നുണ്ടായിട്ടാ. ഇപ്പൊ എൻ്റെ ഹിബ കുത്തണി തൂവന അതെന്ത് സാധനം കുത്തനുണ്ട് ഗൈസ്. ഇവിടെ നമുക്ക് ഈ പക്കം എന്തില്ല പ്രത്യേകിച്ചിട്ട് വന്നിട്ട് വെറുതെ പോലെ തിന്നാ മാത്രമേ തിന്നിന് കുറെ തമ്പനിയിലോ കമന്റ് സെൽഫി എടുക്കണം ഗായ്സ്. ഞാൻ ഇവിടുന്ന് ഈ പാക്കറ്റ് മുട്ടായി വാങ്ങി. ഇതെൻ്റെ പോലത്തെ എല്ലാവർക്കും ഇഷ്ടം. സോ ഈ പാക്കറ്റ് മുട്ടായി ഞാൻ ഓർക്ക് വേണ്ടി വാങ്ങി. ഇതെന്തിങ്ങനെ വെജ് ഗൈസ് വെജ് മാഷ്മെല്ലോ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയൂ. ഓക്കെ നെക്സ്റ്റ് what do you want? Let's check some guys. ഇതും രണ്ട് സ്നിക്കേഴ്സ് എടുക്കാം. ബട്ടർ സ്കോച്ച് കഴിക്കില്ലാണ്ടോ? 2 സ്നിക്കേഴ്സ് എടുത്തിന് സാനാക്ക്. പിന്നെ ആർക്കും ഇഷ്ടപ്പെട്ട പിന്നെ ആർക്കും ഇഷ്ടപ്പെട്ടൊന്നും ഇവിടെ കാണുന്നില്ല ഗായസ്. ഇത് എക്സ്പ്രസിനിടെ ബോക്സ്. ഓ ഗായ്സ് സിറ്റി ഗോൾഡിലെ ഇത് ഗായ്സ്. എന്നാൽ ഞാൻ പോയിട്ട് അവിടെ ചെല്ലിട്ട് ഒരു കെബാബ് ബോക്സ് അത് ഞാൻ ഇപ്പം കണ്ടു. ഞാൻ വീഡിയോ കണ്ടെത്തിയാ ആ വീഡിയോ ഉണ്ടത്ര സിറ്റി ഗോൾഡിന് ഇനഗിരി കേസൊക്കെ കാലമ്പലം നമുക്ക് നടക്കാം പുറത്തേക്ക്. അങ്ങനെ നമ്മ അടുക്കിഞ്ഞ് ഫോർമാലിറ്റി ഇതെന്താണ് ഇങ്ങനെ ഇതെന്തിങ്ങനെ ഉഷ്ടടിച്ചിന ഇനി നമ്മൾ നേരെ പരുക്ക് പോകണം. ഓക്കെ ഗായ്സ് ഫൈനലി വി ആർ റിട്ടേണിംഗ് ടു അവർ ഹോം. ഓർത്തോ ഗായ്സ് ഫൈനലി നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു. നമുക്ക് പോകണ്ട. ഞാൻ പഠിക്കട്ടെ, നീ ഇപ്പം പഠിക്കൂ. ഞങ്ങൾക്ക് പഠിക്കണല്ലോ. ഇനി നമ്മൾ വീട്ടിൽ പോകുന്നു. ഞങ്ങൾ രണ്ടാൾ കഥ അറിഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അവിടെ വന്നിപ്പോൾ ഈ ട്രെയിനിൽ കയറിയിട്ട് പോട്ടീനൊന്നമ്മോ പോലീസ് കയറിട്ട് കയറി. ഓക്കെ ഗായ്സ് ഇനി നമ്മൾ നേരെ ട്രെയിനിന് കാത്തിക്കണം. ഓക്കെ ഇനി ട്രെയിനിലെത്തിയിട്ടുള്ള വിശേഷം പറഞ്ഞാൽ ഇനി ട്രെയിനിലെത്തിയിട്ട് അമ്മ എന്താക്കും? പാട്ട് കേട്ടിട്ട് ഉറക്കും. ട്രെയിനിൽ ഉറങ്ങാം അങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ നമ്മൾ രണ്ടാളിലേ പോകുമോ ഗായ്സ്? ഫൈനലി നമ്മളുടെ ട്രെയിൻ 5 ഗായ്സ് ഫൈനലി നമ്മൾ എത്തിയിട്ട് നമുക്കിവിടെ ഓൾറെഡി ട്രെയിൻ വന്നിട്ട് നിന്നിട്ടുണ്ട്. മാത്രം ഈ ട്രെയിനിൽ എത്ര ആൾക്കാർ? അതുകൊണ്ട് ഇരിക്കാൻ സ്ഥലം. രാവിലെ നമ്മൾ വന്നില്ല ആരും ഉണ്ടായിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാകും. നമുക്ക് ഇവിടെ ഇരിക്കാം. അവിടെ നിന്നിരുന്ന ഞാൻ ഐഷോട് ചോക്ക് ഞങ്ങൾക്ക് അങ്ങനത്തെ പേടി ഗായ്സ് ഈ ട്രെയിനിൽ പോകാതെ. എൻ്റെ ഉമ്മ അല്ല ഞാൻ അങ്ങനെ ഇരുന്നിട്ട് കാണുന്ന ഉമ്മ ബോധം കെട്ടിട്ട് പോകണം. ഇതെവിടെ എന്ത് സീറ്റ്? ഓക്കെ ഗായ്സ്
ഇനി ഞാൻ പിന്നെ വരാം. റിസീവ്ഡ് അല്ല റിസർവ്ഡ്. യു ആർ റിസീവ്ഡ് ഞാൻ റിസർവ്ഡ്. അങ്ങനെയില്ലെങ്കിൽ സീറ്റ് മേങ്ങിട്ട് വെച്ചത്. മേങ്ങിട്ട് വെച്ചിനാലോ ഒരു തന്നെ അപ്പോൾ കാലകാലം ഒരു തന്നെ സീറ്റ് അപ്പോൾ കാലകാലം മേങ്ങിട്ട് വെച്ചല്ലേ ഗായ്സ് ആള്. ഗായ്സ് നമ്മ എന്താക്കുന്ന അറിയാമോ, ഇങ്ങനെ നല്ല നടക്കും. ഒരു ഫ്രണ്ടിൽ നടക്കുന്നത് ട്രെയിനിൽ വിടുമ്പോൾ ഞങ്ങൾ വേറെ ട്രെയിനിൻ്റെ സ്ഥലത്ത് നമ്മൾ വേറെ സീറ്റ് ഇട്ടുന്നിടത്ത് കയറിയിട്ട് ഇരിക്കും. ഓക്കെ, അതാണ് നമ്മ ഇപ്പോൾ പ്ലാൻ ആക്കിയിട്ടുണ്ടത്. എന്ത് നടക്കില്ല. ഞാൻ ആദ്യമായിട്ട് മംഗലാരി ഇത്ര പേര് വന്നിട്ട് ഇത്ര പേരിട്ടാണോ. ഞാനപ്പോൾ ഇന്ന് രാത്രി പോയത് ഇതെന്ത് കഥ മുടിയല്ല നീ ഗായ്സ്. ഉമ്മ കയറുമ്പോൾ വിളിക്കാൻ വേണ്ടി ട്രെയിന് ബാ ഇങ്ങോട്ട്. ട്രെയിന് പോയെങ്കിൽ തീരുന്നില്ല. എ സി ഫുൾ എ സി ആണ്. നിനക്ക് എന്താ അതിൻ്റെ ബാക്കിൽ മറ്റേതുണ്ടെങ്കിൽ അത്ര നല്ല ബുദ്ധി ഉണ്ട്. അതിപ്പോൾ ഫുൾ എ സി അല്ല, അതിൻ്റെ ബാക്കിലൊന്നും ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ രണ്ടോടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കേക്കണ്ടേ. എന്താ ചെയ്യല്ലെങ്കിൽ ബാക്കിൽ ട്രെയിനിൽ സീറ്റ് ഇല്ല, സീറ്റ് ഓൾറെഡി മുന്നേ ഇല്ല. എന്ത് ബസ് ചെല്ലണ്ട് ചെല്ലിപ്പിക്കണ്ട ഓളെ ചെല്ലീന് സീറ്റ് നമ്മ ബാണ്ട സീറ്റിന് ഓളെ പപ്പാക്ക് വിളിച്ചിട്ട് ചെല്ലാൻ മതി. ഹലോ അങ്കിൾ സീറ്റ് തരാമോ എന്ന് ചോദിച്ചാൽ മതി. സോ ഞാൻ അങ്കിളിനെ വിളിച്ചിട്ട് കേൾക്കും, ഹലോ അങ്കിൾ സീറ്റ് തരാമോ. സീറ്റ് തരത്തില്ല. അങ്കിൾ എനിക്ക് സീറ്റ് തരും. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ട്രെയിനിൽ കിട്ടിട്ട് അങ്ക് കൈ കഴിഞ്ഞു. ബൈ. നമ്മ എത്ര സമയം നടക്കും. നമ്മൾ ഫൈനലി കിട്ടിയിരിക്കുന്നു. അവിടെ കിടക്കുന്നത് ആരാണ്? വല്ല അലുമ്പ് ഗൈസ്. നമ്മ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇതിലേ കൂടി നടക്കുന്നത്. ഗൈസ് ഇപ്പോൾ സ്കൂൾ വിട്ട സമയമാണ്, ഐ മീൻ കോളേജ് വിട്ട സമയമാണ്. കോളേജ് ഫുൾ ഓഫ് റഷ്. സോ ഇതാണ് ഐഷ അഹമ്മദ് മൊയ്തീൻ. സോ ഫ്രണ്ടിലുണ്ട് അതാണ് പേടിപ്പിച്ചിട്ട്. സോ വി നീഡ് ടു വാക്ക് വൺസ് മോർ. ഇങ്ങനെ നടന്നിട്ട് നമ്മ ഇങ്ങനെ കാസർഗോഡ് എത്തിനു. മങ്ങോട്ട് നടക്കുന്ന സ്ഥലത്ത് കാസർഗോഡ് ഉണ്ടായിട്ടീന്. സാരല്ല ഗൈസ്, കുടിക്കാനും വിടുന്നില്ല. വരെ നമുക്ക് നടക്കാം. ഗൈസ് ഫൈനലി കൊരങ്ങൻ താഴേക്ക് ചാടി. ഗൈസ് ഓള് ആടുന്ന് തിന്നാത്ത ഗോപി മഞ്ചരിക്ക് ഇടുന്ന് ചോദിക്കുന്നുണ്ട് അവളോട്, ഐഷ നിൻ്റെ ഒരു ഗോപി ഉണ്ടാ? ഗോപി അങ്ങോട്ട് പോ. ഓക്കെ ഗൈസ്, ഇനി നമ്മ വേണ്ട ഇല്ല ഓക്കെ ഭ്രാന്ത്. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ കാസർഗോഡ് കാസർഗോഡ് എത്തി കാണിച്ചു തരാം. വെക്കണേ ഗൈസ്. ഫൈനലി ഞാൻ അല്ല ഫസ്റ്റ് ഹിബക്കിന്നല്ലേ ഞാൻ നിന്റെ പേരിൽ ബാക്കി കിട്ടാലോ. ഓക്കെ ഗൈസ്, അങ്ങനെ സപ്പ് പോന്ന് ഗൈസ് ഫസ്റ്റ് ഹിബക്കിന്ന് 5 ഞാക്കി കുറച്ച് ദൂരെ പിടിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടി കുളിക്കുന്നേരം ഇവിടെ കുളിക്കുന്നതല്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ബൈ. എനിക്ക് ബേജാറാണ്.
നീ കുറച്ച് കയറി ഞങ്ങൾക്ക് ബേജാറായിട്ട് പണ്ട് ഞാൻ കയറിയ പണ്ട് നീ കയറിയത് ഓർമ്മയുണ്ടോ? സാരില്ല ഗൈസ് നമുക്ക് ബേനെ കാണാം. എനിക്ക് കാണില്ല, എനിക്ക് കുറേ സ്നേഹത്തിൽ തന്നെ മംഗളത്തിന് അതിന് മുന്നേ ചിലപ്പോ കണ്ടങ്ക ചാൻസ് ഇല്ല അന്നൊന്നും കണ്ടങ്ക അല്ല ഗൈസ് ഇൻഷാ കണ്ടെങ്കിൽ സന്തോഷം. വേറെ ഇൻഷാ അല്ലാഹ്. ഇതാണ് നമ്മുടെ ലോകസുന്ദരി. ഒളിയാടെ പോകുമ്പോ തട്ടിങ്ങനെ പൊത്തിട്ടാണ് പോയത്. അവള് നിങ്ങൾക്ക് എന്തെങ്കിലും ഓളെ കുറിച്ച് അറിയണമെങ്കിൽ കമന്റ് ആക്കും. ഐസ നീ ലോക സുന്ദരിയല്ലോ, നിന്നെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ കമന്റ് ആക്കണല്ലോ. അതിനോട് കണ്ണും പൊത്തി അവളെ മുഖത്ത് കാണണ്ട ശിരറായിട്ടും അമ്മ. ഓക്കെ ഗൈസ്, ഇനി ഹിബക്കീന്ന് കാണിച്ചരാം, ഞാക്കീന്ന് കാണിച്ചരാം. ഓക്കെ ബൈ. വൈറലായെങ്കിലേ അവൾക്ക് 10,000 വൈറലാക്കി അങ്കിള് മാസത്തിലിട്ടി ഒക്കെ 10,000 കൊടുക്കാൻ. ഇനി ബൈ. ബൈ ബൈ മോളെ.